ഒരു കുടുംബത്തിന്റെ ആകെ അത്താണിയായ യുവാവിനെയാണ് കാട്ടാനക്കലിയിൽ കോതമംഗലം കുട്ടമ്പുഴയിൽ നഷ്ടമായത്. തുടർച്ചയായി ഉണ്ടാകുന്ന കാട്ടാന ആക്രമണത്തിൽ വൻ പ്രതിഷേധമാണ് കോതമംഗലത്തുണ്ടായത്. എൽദോസിന്റെ മൃതദേഹം ചേലാട് മാർത്തോമ പള്ളി സെമിത്തേരിയിൽ സംസ്കരിച്ചു. ഉരുളൻതണ്ണിയിൽ നിന്ന് ക്നാച്ചേരിയിലേക്കുള്ള ഈ വഴിയിലൂടെ നടന്നു വരികയാണ് ഇന്നലെ എൽദോസിനെ കാട്ടാന ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. ഒരു ഭാഗത്ത് വനാതിർത്തിയാണ്. ഇവിടുത്തെ ഫെൻസിംഗ് സംവിധാനങ്ങളടക്കം പൂർണ്ണമായും തകർന്നു കിടക്കുകയാണ്. മറുഭാഗത്താകട്ടെ ജനങ്ങൾ പതിറ്റാണ്ടുകളായി വസിക്കുന്നുണ്ട്. അവർ കൃഷി ചെയ്ത് ഉപജീവനമാർഗം നടത്തുന്നവരാണ്. പക്ഷേ കാട്ടാനശല്യം കാരണം ഇപ്പോൾ പലരുടെയും കൃഷിയെല്ലാം അവസാനിച്ചിരിക്കുന്നു. ആകപ്പാടെ ചെയ്യാൻ കഴിയുന്നത് റബ്ബർ കൃഷിയാണ്. പക്ഷേ റബ്ബർ കൃഷി ചെയ്യുന്ന തോട്ടങ്ങളിൽ പോലും കാട്ടാനയുടെ നിരന്തര ശല്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഫെൻസിംഗ് അടക്കമുള്ള സംവിധാനങ്ങൾ വേണമെന്ന് കാലങ്ങളായി ഈ നാട്ടുകാർ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ചിലയിടങ്ങളിൽ ഫെൻസിംഗ് സ്ഥാപിച്ചുവെങ്കിൽ പോലും അതിൻ്റെ പ്രവർത്തനമടക്കം പെട്ടെന്ന് നിലച്ചു പോകുന്ന സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. എന്തായാലും കളക്ടർ പറഞ്ഞ വാഗ്ദാനങ്ങൾ ഇനിയെങ്കിലും പാലിക്കപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് ഈ നാട് ഒന്നാകെയുള്ളത്. സെക്യൂരിറ്റി ജീവനക്കാരന്റെ ജോലിയടക്കം വിവിധ ജോലികൾ ചെയ്താണ് എൽദോസ് വരുമാനമാർഗം കണ്ടെത്തിയിരുന്നത്. പ്രായമായ മാതാപിതാക്കളടങ്ങുന്ന കുടുംബത്തിന്റെ ഏക അത്താണി. മാസത്തിൽ 1-2 തവണ മാതാപിതാക്കളെ കാണാൻ ഓടിയെത്തും. ഇന്നലെ ഉരുളൻതണ്ണിയിലേക്കുള്ള അവസാന KSRTC ബസ് ഇറങ്ങി വീട്ടിലേക്ക് ഒറ്റയ്ക്ക് നടന്നു നീങ്ങവെയാണ് അപ്രതീക്ഷിതമായി കാട്ടാനയുടെ ആക്രമണമുണ്ടായത്. മൃതദേഹം തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധം ക്രൂരമായ ആക്രമണം. ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷ ഒന്നാകെ ഒറ്റ നിമിഷം കൊണ്ട് തകർന്നടിഞ്ഞു. പോയി വരുമായിരുന്നു. പുള്ളി ഒരു മാസമൊക്കെ കഴിഞ്ഞേ വരുള്ളൂ. ജോലി കൃത്യമായിട്ട് പുള്ളി പറയില്ല. അത് എവിടെയാണെന്ന് കൃത്യമായിട്ട് നമുക്കറിയത്തുള്ളൂ. ഇനിയൊരു എൽദോസ് ഈ നാട്ടിൽ ഉണ്ടാവരുതെന്ന് മാത്രമാണ് ആ കുടുംബത്തിന്റെ പ്രാർത്ഥന. അപ്പോൾ യാതൊരു സെക്യൂരിറ്റി ഇല്ലാതെയാണ് പിള്ളേരാണ് സ്കൂളിൽ പോകുന്നതും വരുന്നതും, ജോലിക്കാർ പോകുന്നതും വരുന്നതും ഒക്കെ. അപ്പോൾ ഇവിടെ ആനയെ കൊണ്ട് ഭയങ്കര ശല്യമാണ്. ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയാണ് ഇവിടെ ഉള്ളത്. അധികാരികൾ കണ്ണു തുറന്ന് എന്തെങ്കിലും ഇനിയൊരു ഇത് ഉണ്ടാവല്ലേ, ഞങ്ങൾക്ക് ഉണ്ടായ നഷ്ടം ഇത് വേറൊരു വീട്ടിലുണ്ടാവില്ല. എൽദോസ് നടന്നുപോയ വഴിയിലൂടെ മിനിറ്റുകൾക്ക് മുമ്പ് സവാരി പോയി മടങ്ങിയെത്തിയ ഓട്ടോ ഡ്രൈവറും സുഹൃത്തുമായ സുരേഷാണ് ആക്രമണത്തിനിരയായി കിടന്ന എൽദോസിനെ കാണുന്നത്. സവാരി പോകുമ്പോൾ തന്നെ കാട്ടാനയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞിരുന്നുവെന്ന് സുരേഷ് പറയുന്നു. അവൻ സാധാരണ വന്നിട്ട് ഓട്ടോറിക്ഷ വിളിച്ച് പോരാറില്ലേ. പക്ഷെ ഇന്നലെ എന്തോ ഓട്ടോറിക്ഷ വിളിക്കാണ്ട് അവൻ നേരെ നടന്നു പോന്നു. അതിൻ്റെ മുമ്പ് ഞാൻ പോയി കണ്ണെന്ന് പറഞ്ഞ ഒരു പയ്യനെ കൊണ്ടുപോയിട്ട് അവനെ വഴക്കും പറഞ്ഞ് വീട്ടിൽ കൊണ്ടുപോയിട്ടിട്ട് തിരിച്ചു വരുമ്പോൾ എൽദോസിനെ ആന ചവിട്ടിയിട്ട് ക്നാച്ചേരി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ആന റോട്ടിൽ തന്നെ വരുമായിരുന്നു. കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കെന്തോ പന്തികേട് തോന്നി. ഞാൻ തിരിച്ചു പോയി. സാധാരണ അങ്ങനെ പോകാറില്ല. ഇവിടെ വന്ന് ഞാനിത് കാണുന്ന 100 മീറ്റർ കടന്നു കഴിഞ്ഞതിന് ശേഷമാണ് അറിയണേ ആന ചവിട്ടിയിട്ടുണ്ട്. കണ്ണെന്ന് പറഞ്ഞ ആൾ പയ്യൻ അവിടുന്ന് ബൈക്കിന് വന്നിട്ട് അവൻ്റെ എന്തോ പൊതി മറന്നു കുറച്ചിട്ട് തിരിച്ചു വന്നിട്ട് ഇങ്ങനെ ആളെ ചവിട്ടിയിട്ടുണ്ട് ആനന്ന് പറഞ്ഞു. ഉരുളൻതണ്ണി, പിണവൂർക്കുടി മേഖലകളിൽ കാട്ടാന കൂട്ടമെത്തുന്നത് പതിവ് സംഭവമാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഒറ്റയ്ക്കും കൂട്ടമായും കറങ്ങി നടക്കുന്ന കാട്ടാനകൾക്ക് മുന്നിൽ നിന്ന് ഭാഗ്യം കൊണ്ട് മാത്രമാണ് പലരും രക്ഷപ്പെടുന്നത്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഉച്ചയ്ക്ക് 1:30യോടെയാണ് മൃതദേഹം വീട്ടിലെത്തിച്ചത്. അച്ഛനും അമ്മയും സഹോദരിയും അന്ത്യചുംബനം നൽകി എൽദോസിനെ യാത്രയാക്കി. ഉരുളൻതണ്ണി മാർത്തോമ പള്ളിയിൽ നടന്ന പ്രാർത്ഥനകൾക്ക് ശേഷം ചേലാട് മാർത്തോമ പള്ളി സെമിത്തേരിയിലാണ് എൽദോസിന്റെ മൃതദേഹം സംസ്കരിച്ചത്. MLA-മാരായ ആന്റണി ജോൺ, മാത്യു കുഴൽനാടൻ തുടങ്ങിയവർ പ്രാർത്ഥനാ ചടങ്ങുകളിൽ പങ്കെടുത്തു. സംസ്കാരത്തിന് പിന്നാലെ കോതമംഗലം DFO ഓഫീസിലേക്ക് നടന്ന പ്രതിഷേധ മാർച്ചിൽ 100 കണക്കിന് പേർ പങ്കെടുത്തു. എനിക്ക് വലതുവശത്ത് കാണുന്നത് ആനത്താരയാണ്. തലയ്ക്ക് മുകളിൽ കാണുന്നത് തകർന്നു കിടക്കുന്ന സോളാർ ഫെൻസിങ്. ഇടത്തേക്ക് പോയാൽ ജനവാസ മേഖല. കാട്ടാന ഇങ്ങോട്ടേക്ക് പ്രവേശിക്കാതിരിക്കാൻ വനംവകുപ്പ് അടിയന്തര നടപടികൾ സ്വീകരിച്ചു തുടങ്ങി. കുട്ടമ്പുഴയിലെ ജനങ്ങളുടെ വലിയ പ്രതിഷേധത്തിനൊടുവിലാണ് അത്തരം നടപടിയിലേക്ക് വനംവകുപ്പ് നീങ്ങുന്നത്. ആസിഫ് മുഹമ്മദിനൊപ്പം കുട്ടമ്പുഴയിൽ നിന്നും ആൽവിൻ തോമസ്, ന്യൂസ് മലയാളം.